പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നമുക്കായി തിരുവാൻ കർത്താവ് തന്ന നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധി നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 51:1 ദൈവമേ, നിന്റെ ദയയ്ക്കു തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. പ്രിയമക്കളെ, ദാവീദ് എഴുതിയ ഈ സങ്കീർത്തനത്തിൽ പറയുകയാണ്, ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തിനെതിരായി പാപം ചെയ്തതിൻ്റെ ഫലമായി പാപക്ഷമയ്ക്ക് വേണ്ടി ദാവീദിൻ്റെ ആ ദൈവത്തോടുള്ള ഹല്ലേലൂയ പ്രാർത്ഥനയാ. നോക്കൂ, ദയയിലും കൃപയിലും കരുണയിലും തൻ്റെ ലംഘനങ്ങൾ മായ്ച്ചു കളയുവാൻ പറയുകയാണ്. ഇവിടെ പറയും, നോക്കൂ, എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. പ്രീതിമക്കളെ, ഇന്ന് പലരും ഹല്ലേലൂയ നിയമ ലംഘനങ്ങളൊക്കെ ഹല്ലേലൂയ അത് അവരുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരിക ചെയ്യുന്നത്. ലംഘിക്കേണ്ടത് ലംഘിക്കാതെ അവർ അത് പ്രാവർത്തികമാക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. നമ്മുടെ ജീവിതത്തിൽ യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്ത നിയമലംഘനങ്ങൾ കൊണ്ടുവരാതെ നാം സൂക്ഷിക്കണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വിടേണ്ടത് വിട്ട് ഹല്ലേലൂയ വേർതിരിക്കേണ്ടതെല്ലാം വേർതിരിച്ച് നിൽക്കുന്ന ദൈവിക മക്കളായിട്ട് നാം മുന്നേറണം. ഇവിടെ ദാവീദ് പറയാ, എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണം. ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 28:13 നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഹല്ലേലൂയ. പ്രീതിമക്കളെ, ഹല്ലേലൂയ. ലംഘനങ്ങളെയൊക്കെ നമ്മൾ മറച്ചു വെക്കും. നമ്മൾ ഓരോന്നും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലൊക്കെ കൊണ്ടുവന്നിട്ട് അത് നമ്മൾ ആരും കാണല്ലേ അറിയല്ലേ എന്നൊക്കെ പറഞ്ഞു വെക്കും. പക്ഷേ അത് ഉപേക്ഷിക്കണം. പ്രീതിമക്കളെ, ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി നമ്മുടെ കുറവുകളെ ഹല്ലേലൂയ നമ്മൾ കാണിച്ച് നമ്മൾ ഏറ്റുപറയണം. യേശുപ്പച്ചൻ്റെ സന്നിധി മുഴങ്കാൽ മടക്കി നമ്മൾ കുറവുകൾ പറയണം. ഹല്ലേലൂയ. അവിടെയാണ് ദൈവിക കൃപ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. അവിടെയാണ് ദൈവിക സന്തോഷം അനുഭവിപ്പാൻ ഇടയായിത്തീരുന്നത്. പ്രീതിമക്കളെ, ഹല്ലേലൂയ. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. ഹല്ലേലൂയ. പ്രീതിമക്കളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:25 പറഞ്ഞിരിക്കുകയാണ്, ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. നമ്മുടെ ലംഘനങ്ങൾ ദൈവസന്നിധി ഏറ്റുപറയുമ്പോഴുണ്ടല്ലോ, പിന്നെ അത് ഓർക്കുകയില്ല. പൂർണ്ണമായിട്ട് നമ്മെ ഹല്ലേലൂയ എല്ലാത്തിൽ നിന്നും വിടുവിക്കുന്ന നല്ലൊരു പിതാവാണ് നമ്മോട് കൂടെയുള്ളത്. പ്രിയമക്കളെ, ഹല്ലേലൂയ. ലംഘനങ്ങളെ മായ്ച്ചു കളയുന്ന ദൈവം നമ്മിൽ നിന്ന് വേറെയും കാര്യങ്ങൾ മായ്ച്ചു കളയുന്നുണ്ട്. ഹല്ലേലൂയ. നാം ഒന്ന് നോക്കുക, ആകാശത്തിന് കീഴിൽ നിന്ന് പേരുകൾ മായ്ച്ചു കളയും. നമുക്ക് ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൽ കാണുമ്പോൾ ഹല്ലേലൂയ കാണുവാൻ കഴിയുന്നുണ്ട്. യഹോവ ആകാശത്തിന് കീഴിൽ നിന്ന് അവൻ്റെ നാമം മായ്ച്ചു കളയും. ഹല്ലേലൂയ. 9-ാം അധ്യായം ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൽ പറയുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലക ഹല്ലേലൂയ 40 രാവും 40 പകലും കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ യഹോവയുടെ അടുക്ക് പോയി മോശെ എഴുതിക്കൊണ്ടുവരുന്ന കൽപ്പലകൾ ഇവിടെ കൊണ്ടുവന്ന് ഹല്ലേലൂയ ഉടയ്ക്കുവാൻ ഇടയായിട്ട്. എന്തുകൊണ്ടാണ്? വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അവർ സേവിച്ചു. പ്രിയ മക്കളെ, യഹോവ എന്നോട് നീ എഴുന്നേറ്റ്, അതായത് ആവർത്തന പുസ്തകം 9:10 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. 12-ാം വാക്യം വായിക്കുന്നു, അപ്പോൾ യഹോവ എന്നോട് നീ എഴുന്നേറ്റ് ക്ഷണത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിച്ചെല്ലുക, നീ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കി ഞാൻ അവരോട് കൽപ്പിച്ച വഴി വേഗത്തിൽ വിട്ടുമാറി ഒരു വിഗ്രഹം വാർത്തുണ്ടാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഞാൻ ഈ ജനത്തെ ദുഷാഠ്യമുള്ള ജനമെന്നും കാണുന്നു. ഹല്ലേലൂയ. പ്രിയമക്കളെ, ഹല്ലേലൂയ. ദൈവഗീതമില്ലാത്തത് അവിടെ ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവഗീതമില്ലാത്തത് ചെയ്തതിൻ്റെ ഫലമായിട്ട് യാതൊരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, യാതൊരു വിഗ്രഹത്തെ ഉണ്ടാക്കി നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അത് പറയുന്ന ആ നിയമത്തെ അവർ ലംഘിച്ച് അവർ വിഗ്രഹത്തെ ഉണ്ടാക്കിയപ്പോഴാണ് 14-ാം വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ, എന്നെ വിടുക, ഞാൻ അവരെ നശിപ്പിച്ച് അവരുടെ പേർ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയും. ഹല്ലേലൂയ. നിന്നെ അവരെക്കാൾ ബലവും വലിപ്പമുള്ള ജാതിയാക്കുമെന്നും യഹോവ എന്നോട് അരുളി ചെയ്തു. പ്രിയ
പ്രീതി മക്കളെ ഹല്ലേലൂയ, നിയമം ലംഘിച്ച് ദൈവഹിതമില്ലാത്തത് ചെയ്യുമ്പോൾ ഹല്ലേലൂയ അവിടെ നിന്ന് പേര് മായ്ച്ചു കളയും. അതുകൊണ്ട് നാം ഒരു കാര്യം ഓർക്കുക, ദൈവഹിതമില്ലാത്ത യാതൊരു നിയമത്തിനും നമ്മൾ കൂട്ടു നിൽക്കരുത്. അടുത്തതായിട്ട് പറയുന്നുണ്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 68 പറയുന്നുണ്ട്, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണം. എന്തുകൊണ്ടാണ് ഹല്ലേലൂയ? ദുശാഠ്യമായിട്ട് വേണ്ടാത്തതിന് കൂട്ടുനിന്ന് ഹല്ലേലൂയ അതിന്റെ ഫലമായിട്ട് ഹല്ലേലൂയ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ. അതായത് 69 സങ്കീർത്തനങ്ങൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ, നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. ഹല്ലേലൂയ, പ്രിയ മക്കളെ ഹല്ലേലൂയ, നിയമം ലംഘിച്ച് വേണ്ടാത്തതിന് കൂട്ടുനിന്നതിന്റെ ഫലമായി ഇവിടെ പറയാണ്, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണേ. ഹല്ലേലൂയ, യേശു അപ്പച്ചന്റെ സന്നിധിയിൽ നമുക്ക് വിശ്വസ്തയോട് നിൽക്കാം. പ്രീതി മക്കളെ ഹല്ലേലൂയ, നമ്മുടെ പേർ മായ്ച്ചു കളയുന്ന അപ്പച്ചനുണ്ട്. ഹല്ലേലൂയ, നാം ഒരിക്കലും അത് മറന്നു പോകരുത്. അടുത്തതായിട്ട് നോക്കൂ, അകൃത്യങ്ങളെ മായ്ച്ചു കളയണമേ. നോക്കൂ, സംഖ്യാപുസ്തകം 50 അതായത് സങ്കീർത്തനം 51:9 പറയുന്നുണ്ട്, എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങളെ ഒക്കെയും മായ്ച്ചു കളയണമേ. പ്രീതി മക്കളെ ഹല്ലേലൂയ, നമുക്ക് പറയാം, ദൈവഹിതമില്ലാത്ത ഹല്ലേലൂയ, കൃത്യതയില്ലാത്തത്, യേശുവിന് വിരുദ്ധമായിട്ടുള്ളത് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം മായ്ച്ചു കളയണമേ. അകൃത്യങ്ങളെ മായ്ച്ചു കളയുന്നത് എങ്ങനെയാണ്? നാം ദൈവസന്നിധിയിൽ നിർമ്മല ഹൃദയം സൃഷ്ടിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ അകൃത്യം ദൈവത്തിന് നീക്കിക്കളയുവാൻ സാധിക്കും. നമ്മുടെ ഹൃദയം യേശുവിന് വേണ്ടി ഉപയോഗപ്രദമാക്കി തീർക്കണം. പ്രിയ മക്കളെ ഹല്ലേലൂയ, നമ്മുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുന്ന നല്ല പിതാവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, അടുത്തതായിട്ട് നോക്ക്, നമ്മുടെ ഓർമ്മയെ മായ്ച്ചു കളയുന്നതും നോക്കുക. ആവർത്തന പുസ്തകം 25:19 പറയുന്നുണ്ട്, ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി അടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയണം. ഇത് മറന്നു പോകരുത്. ഹല്ലേലൂയ, പ്രിയ മക്കൾ, എന്താണ് അമാലേക്ക് ചെയ്ത് നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ, മോശയോടുകൂടെ എന്ന് യുദ്ധം ചെയ്തു. ഹല്ലേലൂയ, അമാലേക്ക് ഹല്ലേലൂയ, അതായത് യേശാവിന്റെ പരമ്പരയായിട്ടുള്ള അമാലേക്ക് ഹല്ലേലൂയ മോശയോട് യുദ്ധം ചെയ്തു. നമുക്കറിയാം 17-ാം അധ്യായത്തിൽ നോക്കെ, മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. ഹല്ലേലൂയ, എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്തു വെച്ചു, അവർ അതിന്മേലിരുന്നു. അഹരോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി, അവന്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. പ്രിയ മക്കളെ നോക്കൂ, ഹല്ലേലൂയ, നമ്മുടെ കൈ ഉയർത്തിപ്പിടിക്കുവാൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടുന്നതായ താങ്ങായി തണലാൻ നിൽക്കുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നു, നോക്ക്, നീ അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിൽ നിന്ന് മായ്ച്ചു കളയണമേ. ഹല്ലേലൂയ, ദുഷ്ടശക്തികളെ, വേണ്ടാത്ത ദൈവഹിതമില്ലാത്തത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ മായ്ച്ചു കളയുന്ന അപ്പച്ചനാണ്. നാം വിചാരിക്കും എല്ലാം നല്ലതാണെന്ന്, പക്ഷേ ദൈവഹിതമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു ജയമുണ്ടോ അതെല്ലാം മായ്ച്ചു കളയും. പ്രിയ മക്കളെ, ദിവസങ്ങളിൽ വിശ്വസ്തയോടെ ദൈവസന്നിധി നമുക്കായിത്തീരാ. ഹല്ലേലൂയ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44:22 പറയുന്നുണ്ട്, ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെ മായ്ച്ചു കളയുന്നു. എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. പ്രിയ മക്കളെ, ദൈവത്തിങ്കലേക്ക് തിരിയുന്ന മക്കളെ ഹല്ലേലൂയ ദൈവം വീണ്ടെടുക്കും. പ്രിയ മക്കളെ, നമ്മുടെ സകല പാവങ്ങളെ മായ്ച്ചു കളയുന്ന നല്ല പിതാവ്, ലംഘനങ്ങളെ മായ്ച്ചു കളയുന്ന പിതാവ്, യേശുവിന് ഗിതമില്ലാത്തതെല്ലാം നമ്മിൽ നിന്ന് മായ്ച്ചു കളയുവാൻ കർത്താവ് ഒരുങ്ങിയിരിക്കുക. അല്ലെങ്കിൽ നാം ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് അല്ലെങ്കിൽ സമർപ്പിച്ചു കൊടുക്ക, നമ്മുടെ കുറവുകളൊന്ന് ഏറ്റുപറ, അകൃത്യങ്ങളെ
തെറ്റുകളൊക്കെ കർത്താവിന്റെ സന്നിധി പറ. ഹല്ലേലൂയ. നമ്മൾ മറച്ചു വെക്കാതെ നമ്മൾ യേശുവിന്റെ സന്നിധിയിൽ ഉറപ്പോട് നിന്ന് പറയണം. പ്രിയ മക്കളെ, നമ്മെ കാണുന്ന അപ്പച്ചൻ നോക്കൂ, ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. ദാവീദിനോട് ചേർന്ന് നമുക്കും പറയാം, കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്നപ്പാ. ദൈവമേ അവരുടെ അകൃത്യങ്ങളൊക്കെ മായ്ച്ച് കർത്താവിന് പ്രയോജനപ്പെടുത്തിയപ്പച്ച ഓരോ മക്കളെ മാക്കി തീർക്കണമേ. കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവ് അപ്പച്ച കൃപയെ പൊതിയണമേ. അപ്പച്ച അങ്ങയുടെ വരവിന് വേണ്ടി നോക്കി പാർക്കുവാൻ ഓരോ മക്കളെ ഒരുക്കിയെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു വജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.